ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ രാജ്ഭവനിലേക്ക് ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധ റാലി. വൈദികരും വിശ്വാസികളും കന്യാസ്ത്രീകളും കടുത്ത റിബൺ കൊണ്ട് വാ മൂടിക്കെട്ടിയാണ് റാലി നടത്തുന്നത്. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് റാലി ആരംഭിച്ചത്. രാജ്ഭവന് മുന്നിലെ പൊതുയോഗത്തിൽ ബിഷപ്പുമാർ പങ്കെടുക്കും. വിവരങ്ങൾ നൽകാനായി റാലിക്കൊപ്പം ഷിജോ കുര്യനും രാജ്ഭവന് മുന്നിൽ നിന്ന് സേഫ് സെയിൻ ലാബ്ദീനും തത്സമയം ചേരുന്നുണ്ട്. ഷിജോ, റാലി ആരംഭിച്ചോ? ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? വളരെയേറെ കൃത്യമായിട്ടാണ് ഈ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. അമൃത, ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് ഒരു പ്രതിഷേധ റാലി അല്പസമയത്തിനകം തുടങ്ങും. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള മതമേലധ്യക്ഷന്മാർ ഈ റാലിക്ക് നേതൃത്വം നൽകും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് KCBC അധ്യക്ഷനും മലങ്കര കത്തോലിക്ക സഭയുടെ തലവനുമായിട്ടുള്ള കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ, അതുപോലെ തന്നെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായമെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസ്, അതുപോലെ തന്നെ മർത്തോമാ സഭയുടെ മെത്രാപ്പൊലിത്ത ഐസക് മാർ പിലക്സീനോക്സ് അടക്കമുള്ള മെത്രാപ്പൊലിത്തമാർ ഈ പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകുകയാണ്. നൂറുകണക്കിന് വിശ്വാസികളും അതുപോലെ തന്നെ മറ്റ് വൈദികരും കന്യാസ്ത്രീകളും അടക്കമുള്ള ആളുകൾ വാ മൂടിക്കെട്ടി, കറുത്ത റിബൺ കൊണ്ട് വാ മൂടിക്കെട്ടിയുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്ഭവനിലേക്ക് നടത്തുന്നത്. ഇന്ന് രാവിലെ തന്നെ ഉച്ചയ്ക്ക് ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ചായ കുടിയും കേക്ക് മുറിയും ഒക്കെ ഇനി ഇക്കാര്യത്തിലെ നിലപാട് നോക്കി മാത്രമായിരിക്കും. അതിനുശേഷം മാത്രമേ ഇനി ഇക്കാര്യത്തിനകത്ത് കൂടുതൽ കാര്യങ്ങൾ BJPയുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്തുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ പറഞ്ഞതാണ്. എന്തായാലും അല്പസമയത്തിനകം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ റാലി തുടങ്ങും. ഇപ്പോൾ റാലിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം മുമ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായമെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസ് ബിഷപ്പ് സംസാരിച്ചിരുന്നു. ഇപ്പോൾ റാലി ആരംഭിച്ചിട്ടുണ്ട്. ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ KCBC അധ്യക്ഷനും മലങ്കര കത്തോലിക്ക സഭയുടെ കേരളത്തിലെ തലവനുമായിട്ടുള്ള കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയാണ് റാലിക്ക് നേതൃത്വം നൽകുന്നത്. ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രതിഷേധ റാലി ഇപ്പോൾ രാജ്ഭവനിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം നമുക്ക് വിവിധ മെത്രാന്മാരുടെ പ്രതികരണത്തിലേക്ക് അടക്കം നമുക്ക് പോകാൻ കഴിയും. കറുത്ത റിബൺ കൊണ്ട് വാ മൂടിക്കെട്ടി ഒരു പ്രതിഷേധവുമായിട്ടാണ് ഇപ്പോൾ വിവിധ മെത്രാപ്പൊലിത്തമാർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. ഇത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് ജാമ്യം പോലും നിഷേധിക്കുകയും ചെയ്തത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന, നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ മെത്രാപ്പൊലിത്തമാർ, വിവിധ ക്രൈസ്തവ സഭകളിലുള്ള മെത്രാപ്പൊലിത്തമാർ പറഞ്ഞതാണ്. ഒരു തരത്തിലും അത് നീതീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയുന്ന കാര്യമല്ല. ഒരു തെറ്റും ചെയ്യാതെയാണ് അവരെ അറസ്റ്റ് ചെയ്തത്, അവരെ ജയിലിൽ അടച്ചത് എന്നുള്ള നിലപാടാണ് മെത്രാപ്പൊലിത്തമാർ സ്വീകരിച്ചത്. എന്തായാലും ഇപ്പോൾ പ്രതിഷേധ റാലി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വിവിധ ക്രൈസ്തവ സഭകളിലെ മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ റാലി നടന്നു വരുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും KCBC അധ്യക്ഷനുമായിട്ടുള്ള ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ, അതുപോലെ തന്നെ മർത്തോമാ സഭയുടെ മെത്രാപ്പൊലിത്ത ഐസക് മാർ പിലക്സീനോസ് അടക്കമുള്ള മെത്രാപ്പൊലിത്തമാർ ഇപ്പോൾ ഈ പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇപ്പോൾ റാലി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. രാജ്ഭവനിലേക്കാണ്. പ്രത്യേകിച്ച് സമീപകാലത്തൊന്നും BJPക്കെതിരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ കടുത്തൊരു നിലപാട് സ്വീകരിക്കാൻ, കൃത്യമായിട്ടുള്ള ഒരു കടുത്ത നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തയ്യാറായിരുന്നില്ല. പക്ഷേ എന്നാൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതോടുകൂടി കേരളത്തിൽ BJP നടത്തുന്നത് ഇരട്ടത്താപ്പ് നയമാണ് എന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ കൃത്യമായിട്ട് പറയുകയും ചെയ്തിരുന്നു. അതിനകത്ത് എടുത്തു പറയേണ്ടത് കേക്ക് മുറിയും ചായ കുടിയും എല്ലാം പിന്നീടാവാം, ആദ്യം ഇതിനകത്ത് നീതി നടപ്പിലാക്കൂ, പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഉറപ്പ് വേണം. നീതി നടപ്പിലാക്കിയതിനു ശേഷം മാത്രമേ ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യങ്ങൾ പറയാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ക്ലീമീസ് ബാവയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, 2 കേന്ദ്ര സഹമന്ത്രിമാരുണ്ട്, എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ അല്ലെങ്കിൽ പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയ വിമർശനം ക്ലീമീസ് ബാവയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയൊരു താക്കീത് കൂടി BJPക്ക് നൽകുന്നുണ്ട് അദ്ദേഹം. അമൃത കൃത്യമായിട്ട് നിലപാട് പറയുകയാണ്. നമുക്ക് തിരുമേനിമാരുടെ അടക്കം പ്രതികരണത്തിലേക്ക് അടക്കം നമുക്ക് പോകേണ്ടതായുണ്ട്. നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ അടക്കം തിരുമേനിമാർ അവരുടെ നിലപാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനൊരു പ്രതിഷേധം നടക്കുന്നത്. തിരുമേനി, ഇത് കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു നിലപാട് പറച്ചിലാണ് അല്ലേ? അതെ, ഞാൻ അവിടെ ചെന്ന് സംസാരിക്കാം. അപ്പോൾ പൊതുയോഗത്തിൽ സംസാരിക്കാം എന്നുള്ള ഒരു പ്രതികരണമാണ് ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ നൽകിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ
പറയാൻ കഴിയില്ല. പൊതുയോഗത്തിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടടക്കം ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ പറയും എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം അക്കാര്യങ്ങൾ പറയുകയും ചെയ്തതാണ്. കേക്ക് മുറിയും അതുപോലെ ചായ കുടിക്കലുമെല്ലാം ഇക്കാര്യത്തിലെ നീതി നടപ്പിലാക്കിയതിനു ശേഷം മാത്രം പ്രതികരിക്കാം, അല്ലെങ്കിൽ അത് മാത്രം ഇനി അങ്ങനെ മാത്രമേ ഇനി ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്താണ് ഇനി മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു മാനദണ്ഡം? അതിന്റെ മാനദണ്ഡം ഈ ഒരു 2 കന്യാസ്ത്രീകളെ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്ത കാര്യത്തിലെ കാര്യം ഇനി എല്ലാത്തിലും ഒരു മാനദണ്ഡം ആയിരിക്കും. കൃത്യമായിട്ടുള്ള നിലപാട് ഈ ഒരു പ്രതിഷേധത്തിലൂടെ വിവിധ ക്രൈസ്തവ സഭകൾ പറയുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചതും അത് തന്നെയാണ്. ഇപ്പോൾ ഇതൊരു നിലപാട് പ്രഖ്യാപനമായിട്ട് കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നിലപാട് പറയുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു നിലപാടും കേന്ദ്രത്തിൽ മറ്റൊരു നിലപാടും സ്വീകരിക്കുന്ന BJPയോട് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് കേരളത്തിലെ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ പറയുന്നു എന്നുള്ളത് 2 കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡിൽ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്ത കാര്യത്തെ മുൻനിർത്തിയാണ്. അതെ ഷിജോ, അപ്പോൾ ഇനി വോട്ട് ചോദിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ കേക്കുമായി അരമനയിലേക്ക് വരുമ്പോൾ ഈ ഒരു സംഭവം അന്ന് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മ വേണം എന്നുള്ളൊരു ധ്വനി കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. അമൃത, അങ്ങനെ തന്നെയുണ്ട്. കാരണം ക്രിസ്മസിനും മറ്റ് ആഘോഷ പരിപാടികൾക്കുമൊക്കെ കേക്കും മറ്റും ഷോളുമൊക്കെ ആയിട്ട് തിരുമേനിമാരെ അണിയിക്കാനും കേക്ക് മുറിക്കാനും ഒക്കെ ആയിട്ട് BJP നേതാക്കൾ അരമനകളിലും വൈദികരുടെയും മറ്റ് ഇടങ്ങളിലുമൊക്കെ കയറി ഇറങ്ങാറുണ്ട്. അവർക്ക് വേണ്ടത് വോട്ട് രാഷ്ട്രീയമാണ്. വോട്ട് മാത്രമല്ല, പറയുന്ന വാക്കുകളിൽ കൃത്യമായിട്ടുള്ള ഒരു ആത്മാർത്ഥതയുണ്ടാവണം. ആത്മാർത്ഥതയില്ലാതെ കേക്ക് മുറിയും ഷാളണിയിക്കലും മാത്രം നടത്തിയത് കൊണ്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം വളരെ കൃത്യമായിട്ട് ബിഷപ്പുമാർ ചോദിക്കുകയാണ്. ക്രൈസ്തവ സമൂഹം ഇതുവരെ സ്വീകരിക്കാത്ത തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് BJPക്കെതിരെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ കടുത്ത നിലപാടിലേക്ക് ക്രൈസ്തവ സമൂഹം പോകുന്നു, ക്രൈസ്തവ വിശ്വാസികൾ പോകുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസികളെ ഒപ്പം ചേർത്ത് പിടിക്കാനായിട്ടും അവരുടെ വോട്ടിനു വേണ്ടിയും BJP ശ്രമിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു സമീപനം BJP സ്വീകരിക്കുന്നുണ്ട്. അത് ഒരു ഇരട്ടത്താപ്പാണ്. അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് BJPക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഇതുവരെ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ മെത്രാപ്പൊലിത്തമാർ അങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞിരുന്നില്ല. എന്നാൽ 2 കന്യാസ്ത്രീകളെ ഒരു കാരണവുമില്ലാതെ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അവർക്ക് ജാമ്യം പോലും നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള സമീപനം BJP സ്വീകരിച്ചതോടുകൂടിയാണ് അതിനകത്ത് കേരളത്തിലെ ക്രൈസ്തവ സഭകളിലെ അധ്യക്ഷന്മാർ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞത്. ആ നിലപാട് പറഞ്ഞതോടുകൂടി തന്നെ വിശ്വാസികളും ഇതിനകത്ത് BJPക്കെതിരായിട്ടുള്ള അവരുടെ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. BJP ഇതിനകത്ത് ക്രൈസ്തവരെ കൃത്യമായിട്ട് വേട്ടയാടുകയാണ് എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് തന്നെ ക്രൈസ്തവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലും അത് അത്തരമൊരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാകുമോ എന്നുള്ള ഭയം കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഈ ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം ഇപ്പോഴത്തെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഭയം നീക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനൊരു പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധ റാലി പാളയം രക്തസാക്ഷി മണ്ഡപം പിന്നിട്ട് LMS ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. അമൃത, ശരി. ഷിജോ തുടരൂ. ഷിജോയിലേക്ക് മടങ്ങിയെത്താം. രാജ്ഭവന് മുന്നിൽ നിന്ന് സെയ്ഫ് സൈനുലാബ്ദീൻ കൂടിയുണ്ട്. സെയ്ഫ്, പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് റാലി ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ രാവിലെ നമ്മൾ കണ്ടതാണ് KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രതിഷേധം കോൺഗ്രസ് നേതാക്കൾ ഒക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. രാജ്ഭവന് മുന്നിലെ സാഹചര്യം എങ്ങനെയാണ്? പ്രതിഷേധം ഇവിടത്തേക്ക് എത്തിച്ചേരുമ്പോൾ അതൊന്ന് വലിയ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരും അമൃത. കാരണം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വേട്ട അത് സംഘപരിവാർ തുടർച്ചയായി നടത്തുന്നുവെന്ന ആരോപണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വസ്തുത നേരത്തെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ മണിപ്പൂർ സംഭവവുമായി ബന്ധപ്പെട്ടായാലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ തുടർച്ചയായി ഇങ്ങനെ സംഘപരിവാർ വേട്ടയാടുന്നു എന്നുള്ള സംഭവം ഉയർത്തുകയും പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂരിലേക്ക് പോയില്ല എന്ന ചോദ്യം പാർലമെന്റിലടക്കം മുഴങ്ങിക്കേൾക്കുകയും ചെയ്തു. കേരളത്തിൽ CPM-ഉം കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങളും ഈ ചോദ്യം തുടർച്ചയായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊന്നും ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നമ്മൾ അത്രയും വലിയ പ്രതിഷേധം കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ പരസ്യമായി രംഗത്തിറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ ഈ പ്രതിഷേധ സംഗമം നടക്കുന്ന സ്റ്റേജിന് ഉള്ളിൽ നമ്മളുള്ളത്. സന്യാസിമാരെ അന്യായമായ തടങ്കിൽ വെച്ചതിനെതിരെ ഐക്യദാർഢ്യ പ്രതിഷേധ റാലി തിരുവനന്തപുരം കത്തോലിക്ക ഫോറം എന്ന് പറയുമ്പോൾ കത്തോലിക്ക സമുദായത്തിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ക്രൈസ്തവ സമുദായത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഈ പ്രതിഷേധ സ്വഭാവത്തിനുണ്ട് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അതിൽ കുറച്ചുകൂടി കടുപ്പിക്കുന്നുണ്ട് സംഘപരിവാറിനെതിരെ BJPക്കെതിരെ ക്രൈസ്തവ സമൂഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് ക്ലിമിസ് കത്തോലിക്ക ബാവ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്.
ചായ കുടിയൊക്കെ പിന്നീടാണ് എന്ന വാചകം, ആ വാചകത്തിനകത്ത് പല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട്, കേക്ക് കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്, അപ്പോഴും ക്രൈസ്തവ വേട്ട സംഘപരിവാർ നടത്തുകയാണ്, അത് ശരിയല്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ഒരു കർദിനാൾ തന്നെ നടത്തുന്നു. കർദിനാൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രൈസ്തവ സമൂഹത്തിൽ എത്രത്തോളം വിലയുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹം തന്നെ ഒരു പുരോഹിതൻ തന്നെ, ഒരു പ്രധാനപ്പെട്ട പുരോഹിതൻ തന്നെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് ഒരു BJPക്കുള്ളൊരു മുന്നറിയിപ്പായിട്ട് മുന്നോട്ട് വെക്കുകയാണ്. അത് ക്രൈസ്തവ വേട്ടയാണ് രാജ്യത്ത് നടക്കുന്നത്. ന്യൂനപക്ഷ വേട്ട എന്നതിനൊപ്പം തന്നെ ക്രൈസ്തവ വേട്ട നടത്തുകയാണ്. അതിനെതിരായ ഞങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രാജ്ഭവനിലേക്ക് ഇപ്പോൾ ഓരോ മാർച്ചിനും ഓരോ സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധമായി നമുക്ക് കണക്കാക്കാം. രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തണമെങ്കിൽ രാജ്ഭവനിൽ ഇരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ്, ഗവർണറാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിക്കെതിരെ രാജ്ഭവനിലേക്ക് പ്രതിഷേധം നടത്തുമ്പോൾ കേന്ദ്ര സർക്കാർ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ തുടർച്ചയായി വേട്ടയാടുന്നു എന്നുള്ളതിലുള്ള ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു എന്ന സന്ദേശം BJPക്ക് മുന്നിലേക്ക്, സംഘപരിവാറിന് മുന്നിലേക്ക് ക്രൈസ്തവ സമൂഹം വെക്കുകയാണ്. ഇതിൽ പല കോണുകളിൽ നിന്നുള്ള പ്രതിഷേധം ഇതിനോടകം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല സമയങ്ങളിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മൾ പല കോണുകളിൽ നിന്നുള്ള പ്രതിഷേധം കണ്ടിട്ടുണ്ട്. പാർലമെന്റിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ MP-മാർ പോയി അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. അവരെ കാണാൻ അനുവദിക്കാതിരിക്കുന്ന സമയമുണ്ട്. അതുപോലെ തന്നെ അവർ കണ്ടതിന് ശേഷം MP-മാർ പുറത്തിറങ്ങി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ കാണാത്ത ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരികയാണ്. നിങ്ങൾ ഞങ്ങളെ തുടർച്ചയായി ഇങ്ങനെ വേട്ടയാടുകയാണ്, ക്രൈസ്തവ ന്യൂനപക്ഷത്തെ നിങ്ങൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള അതിനോടുള്ള അവരുടെ പ്രതിഷേധം അത് കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അത് പ്രധാനപ്പെട്ട പുരോഹിതന്മാർ പങ്കെടുത്തുകൊണ്ട് രാജ്ഭവനിലേക്ക്, കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം നടത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജ്ഭവനാണ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധി ഇരിക്കുന്ന സ്ഥലം രാജ്ഭവൻ.